ഞാനും എൻ്റെ പിന്നെ ഭർത്താവും പാടെ അവിടെ ഉണ്ടായില്ല. എൻ്റെ ഭർത്താവും പാടെ അവിടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ തലേന്ന് രാവിലെ അവിടുന്ന് ഉരുള് പൊട്ടണ രാവിലെ ഞങ്ങൾ പിന്നെ മിംസിക്ക് കാണിക്കാൻ വന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ കുഴപ്പമുണ്ടായില്ല. പിന്നെ കേൾക്കുന്നത് എന്താ ഉരുള് പൊട്ടി കുറേ ആൾ പോയി, ഞങ്ങളെ കൂട്ടവും കുടുംബമൊക്കെ പോയി, കുറേ ആൾ ആസ്പത്രിയിലുണ്ട്. ഇപ്പോൾ കുറേ ബോഡി കിട്ടിയിട്ടില്ല. അങ്ങനെയൊക്കെ കഴിയുന്നുണ്ട്. ഇപ്പോൾ ക്യാമ്പിൽ നിൽക്കുന്നുണ്ട്. എന്താകും ഞങ്ങളെ അവസ്ഥ എന്നൊന്നും പറയാൻ വയ്യ. അങ്ങനെ നിൽക്കുകയാണ് ഞങ്ങൾ. ഉമ്മാൻ്റെ വീട് ബാക്കിയുണ്ടോ? വീട് കുറച്ചെന്തോ ബാക്കിയുണ്ട്. അതൊരു സ്റ്റേജുമ്പോൾ നിൽക്കും പോലെ നിൽക്കുന്നുണ്ട് എന്നാ പറയുന്നത്. അതിന് സേഫ്റ്റി ആയിട്ട് നിൽക്കാൻ പറ്റൂല അവിടെ. പോയോ അവിടെ? ഇവിടുന്ന് ക്യാമ്പിൽ നിന്ന് പിന്നെ അങ്ങ് മുണ്ടക്കൈ പോയി നോക്കിയോ? പോയി. അപ്പോൾ ഇത് സേഫ്റ്റി അല്ല എന്നാ പറയുന്നത്. പോയി കണ്ടപ്പോൾ അങ്ങനെയാണ് ഓല് പറഞ്ഞത്. താമസിക്കാൻ പറ്റൂല എന്നാണ് പറഞ്ഞത്. താമസിക്കാൻ പറ്റില്ല. 2 പെൺകുട്ടികളാണ്. ഞങ്ങളാരും നോക്കാമല്ല. ഞങ്ങൾ 2 വയസ്സായ ആൾക്കാരാണ്. അപ്പോൾ എന്ത് ചെയ്യും ഏത് ചെയ്യും? ഇനിയിപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയാൽ എങ്ങോട്ട് പോകുന്നില്ല, ഒരു ഇതിൽ നിൽക്കുകയാണ്. അങ്ങനെ പേടിക്കണ്ട ഉമ്മ, ഇത് കേരളം മുഴുവൻ കാണുന്നുണ്ട്. മുണ്ടക്കൈക്ക് കേരളം മുഴുവൻ എല്ലാവരും സഹായം ഉണ്ടെന്ന് വിചാരിക്കണം. ഞങ്ങൾ വിചാരം മാത്രമല്ല, ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. നിങ്ങൾക്കൊപ്പം ഇല്ലെങ്കിൽ പിന്നെ ആർക്കൊപ്പമാണ്? അത് ഭർത്താവിൻ്റെ എല്ലാം കുടുംബടക്കി മരിച്ചു പോയിക്കണം. കുറേ എണ്ണത്തിന് കിട്ടി, കുറേ എണ്ണത്തിന് കിട്ടിയില്ല, കുറേ എണ്ണം മറവ് ചെയ്ത് അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട്. വിഷമിക്കരുത്. ഇത് ഒരു നാട് നിങ്ങൾക്ക് തരുന്ന വാക്കാണ്, കൂടെ ഉണ്ടാവും എന്നുള്ളത്. ഒക്കെ മരിച്ചുപോയി. ഞങ്ങളെ കൂട്ടത്തിൽ പണിക്ക് പോണ എത്ര ആളുണ്ട് അറിയാം. ഞങ്ങൾ ഏലക്കാട്ടിൽ പണിക്ക് പോയി അന്നാന്ന് ജീവിക്കുന്ന ആൾക്കാരാണ്. എല്ലാവരും മരിച്ചുപോയി, ആരുമില്ല. ആ ഭാഗം കുറേ ആളില്ല. ഇപ്പം മുണ്ടക്കായി കുറഞ്ഞ ആളേ ഉള്ളൂ ഞങ്ങളിപ്പോൾ അവിടെ. അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ അവസ്ഥ കാണുന്നത്. അപ്പം എല്ലാവരും ഉമ്മ എന്ത് പണി? ഏലത്തോട്ടത്തിലായിരുന്നോ പണി? ഞങ്ങൾ കായ് പറിക്കാൻ പോകും. മൂപ്പര് വല്ല തൊഴിലുറപ്പിനോ എന്തിനേലും പോകും. അങ്ങനെ ജീവിച്ചു പോകുകയാണ്. അല്ലാതെ സമ്പാദ്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ ചെറിയൊരു 3 സെൻറ്റ് സ്ഥലമുണ്ട്. അതിലൊരു പഞ്ചായത്തിൻ്റെ വീടാണ് ഉണ്ടായത്. അത് സേഫ്റ്റി അല്ലായിരുന്നു. ഞങ്ങൾ വരുമ്പോൾ ചോർന്നിട്ട് വെള്ളത്തിലാണ് അന്ന് നേരം വെളുക്കോളം ഞങ്ങൾ നിന്നത്. ചോർന്നിട്ട് നിൽക്കാൻ വയ്യ. അപ്പം ഞാൻ പറഞ്ഞു നമ്മൾക്ക് ഇവിടുന്ന് പോകുക, ഇന്ന് നേരം വെളുത്താൽ പോകുക. അപ്പോൾ എന്നോട് പറഞ്ഞു എന്നാൽ നമുക്ക് പോകുക, എനിക്കൊന്ന് കാണിക്കുകയും ചെയ്യാം മിൻസിൽ പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. ഉമ്മക്ക് ഇനി മുണ്ടക്കൈക്ക് പോകണോ? മുണ്ടക്കൈക്ക് എങ്ങനെ പോകാൻ? എങ്ങനെ പേടിയോടെ എങ്ങനെ പോകും?